Good morning. So, നമ്മുടെ തേർഡ് പേപ്പറാണ് ബിസിനസ് മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിനെ മൂന്ന് പാർട്ടായിട്ടാണ്. പാർട്ട് എ ബിസിനസ് മാത്തമാറ്റിക്സ്, പാർട്ട് ബി logical reasoning, part C statistics. So business mathematics നമുക്ക് 40 marks ആണ്. 40 marks. Logical reasoning 20 marks. Statistics 40 marks. So നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ് മാത്തമാറ്റിക്സ് ആണ്. സോ പാർട്ട് എ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പാർട്ട് എയിൽ നമുക്ക് മൂന്ന് പാർട്ടാണുള്ളത്. പാർട്ട് എ ബിസിനസ് മാത്തമാറ്റിക്സ് 40 മാർക്സ്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പർട്ടിക്കുലർ പേപ്പർ. സോ നമുക്ക് 4 പേപ്പറാണുള്ളത്. അതിൽ അക്കൗണ്ടൻസി, ദെൻ ലോയും അക്കൗണ്ടൻസിയും ലോയും, അക്കൗണ്ടൻസി ഫസ്റ്റ് പേപ്പർ, ദെൻ ലോ ഇംഗ്ലീഷ്, അത് രണ്ടും ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് ആണ്. ദെൻ തേർഡ് പേപ്പർ ബിസിനസ് മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഈ ഒരു പേപ്പർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ദെൻ എക്കണോമിക്സ്, അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. സോ ബിസിനസ് മാത്തമാറ്റിക്സിൽ ഒന്ന് നോട്ട് ചെയ്തേക്കാം. നമ്മൾ 8 ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മുടെ നവംബർ ഓൺവേർഡ്സ് മെട്രീസസ് ഇല്ല. നമ്മുടെ സിലബസിൽ നിന്ന് മെട്രീസസ് അവർ എടുത്തു മാറ്റിയിട്ടുണ്ട്. സിലബസിൽ നിന്ന് മെട്രീസസ് എടുത്തു മാറ്റിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്റർ റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻഡീസസ് ആൻഡ് ലോഗരിതംസ്. റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻഡീസസ് ആൻഡ് ലോഗരിതംസ്. Then second chapter equations. Third chapter linear inequalities. Then ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണിത്, ഫോർത്ത് വൺ. നമ്മുടെ 40 മാർക്സിൽ 30 to 40%, ദാറ്റ് മീൻസ് 12 മാർക്സ് ടു 16 മാർക്സ് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ, ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി. Then fifth chapter permutations and combinations. Permutations and combinations. Permutations and combinations. Then sixth chapter sequence and series. Sequence and series. Then seventh one sets, relations and functions. Sets, relations and functions. Sets, relations and functions. Then chapter 8 basic concepts of differential and integral calculus. Basic concepts of differential and integral calculus. So നമ്മുടെ ഇതിനകത്ത് മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് വെയിറ്റേജ് വരുന്നത് 20% to 30% ആണ്. അതായത് റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇൻഡീസസ്
and logarithms chapter, equations, then linear inequalities chapter. Then next one, fourth chapter നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30% to 40% ആണ് ഇതിന്റെ weightage. That means 12 marks to 16 marks. Then 5, 6, 7, 8 ഇതിൽ നിന്ന് വരുന്നത് 30% to 50%. 5, 6, 7, 8 ചാപ്റ്ററിൽ നിന്നാണ് റിമൈനിങ് 30 to 50% വരുന്നത്. സോ ഇതാണ് നമ്മളെ ഏരിയ കവറേജ് വരുന്ന ഏരിയാസ്. നോട്ട് ചെയ്തായിരുന്നു എല്ലാവരും? വെയിറ്റേജ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. നോട്ട് ചെയ്തായിരുന്നോ? Yes, sir. ദെൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ റേഷ്യോ, പ്രപ്പോർഷൻ, ഇൻഡീസസ്. ചാപ്റ്റർ 1 റേഷ്യോ, പ്രപ്പോർഷൻ, ഇൻഡീസസ് ആൻഡ് ലോഗരിതംസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോസ് ആണ്. റേഷ്യോസ് നമുക്ക് എങ്ങനെ ഒരു റേഷ്യോ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? റേഷ്യോ എന്താണ്? ഒരു റേഷ്യോ എന്താണ്? ഒരു റേഷ്യോ പറയാൻ. റേഷ്യോ ഒരു എക്സാമ്പിൾ പറയാം. റേഷ്യോ ഫ്രാക്ഷണൽ ഫോമിൽ വരുന്ന രണ്ട് ക്വാണ്ടിറ്റീസ്. അല്ലേ? സോ പറഞ്ഞ നമ്മൾ ഒന്ന് ഡെഫിനിഷനിലേക്ക് വരാം. റേഷ്യോ ഒക്കെ പറഞ്ഞ പോലെ രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ ലെറ്റ് ഇറ്റ് ബി എ ആൻഡ് ബി. ദാറ്റ് മീൻസ് എ ബൈ ബി. ഇത് നമുക്ക് എന്ത് പറയാം? ഒരു റേഷ്യോ എന്ന് പറയാം. അതാണ് പറഞ്ഞത് ഫ്രാക്ഷണൽ ഫോമിൽ വരുന്ന രണ്ട് ക്വാണ്ടിറ്റീസിനെ നമുക്ക്. സോ നമുക്ക് ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കാം, ഒന്ന് നോട്ട് ചെയ്യാം. A ratio is the comparison. Note here. First head, ratio. Definition. Ratio is the comparison of size of two or more quantities. Ratio is the comparison of size of two or more quantities. Ratio is the comparison of size of two or more quantities of same kind. So underline comparison, size of two or more quantities of same kind. In bracket, in same units. In same units by division. Okay. So ratio definition endana? Ratio is the comparison of size of two or more quantities. നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മിനിമം എത്ര ക്വാണ്ടിറ്റി വേണം? രണ്ട് ക്വാണ്ടിറ്റീസ്. Okay. So ratio is the comparison of size of two or more quantities of same kind, same unit by division. If A and B are two quantities, A and B are two quantities of same kind. Okay. A comma B എടുത്തു. Quantities of same kind and same units. A and B quantities of same kind ആണ്, same unit ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിസൺ അല്ലെങ്കിൽ the fraction A by B is called
the ratio of A to B and is denoted or written as A is to B. So A and B are two quantities of same kind. A and B are two quantities of same kind and in same units. Then the fraction A divided by B. Then the fraction A divided by B is called the ratio of A to B. Then the fraction A divided by B is called ratio of A to B and is denoted by or written as A is to B. So now the ratio A to B, A by B, അല്ലെങ്കിൽ A is to B. A is to B. So ratio definition is the ratio is the comparison of size of two or more quantities of same kind in same units by division. If A and B are two quantities of same kind in same units, then the fraction A divided by B, fraction A divided by B is called the ratio of A to B, and is denoted by A is to B, and is denoted by A is to B. Ratio of B to A denote ratio of B to A fraction denote B by A. B by A and is denoted as B is to A. B by A. Ratio of B to A can be written as the fraction B by A is called the ratio of B to A and it can be represented or written as B is to A. Clear definition? Sir. Then ratio use the quantities A, B are called the terms of the ratio. Okay. A, B normally generally A, B are called terms of the ratio. Terms of the ratio. The quantities same kind and same unit quantities A, B are called the terms of the ratio. So A is called, so A is to be A is called the first term or antecedent. Okay. So we fraction numerator, denominator in the ratio use in the words antecedent, numerator. First term is called antecedent. And B is called the second term or consequent. 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 So A and B are generally called the terms of the ratio. So A is to be angle, A is called the first term or antecedent. B and A is to be angle, B is called the second term or consequent. Clear, Leda? Yes, sir. Okay. Then next head, remarks. Remarks. First one, both the terms of a ratio, can be multiplied or divided. Both the terms of the ratio can be multiplied or divided by the same in bracket non-zero number. Can be multiplied or divided by the same non-zero number. Same non-zero number. Both the terms of a ratio can be multiplied or divided by same non-zero number. That usually a ratio is expressed in the lowest or simplest form. Usually a ratio is expressed in the lowest or simplest form. Okay. So, both the terms of the ratio can be multiplied or divided by same non-zero number. Zero
സോ ആന്റിസിഡന്റിനെയും കോൺസിക്വന്റിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 0/0 മീനിങ്ലെസ് അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻ. 0 അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് രണ്ട് ടേമിനെയും ബോത്ത് ദ ടേംസ് ദാറ്റ് മീൻസ് ഒരു റേഷ്യോയിൽ എത്ര ടേംസ് ഉണ്ടോ ആ ടേംസിനെ ഒക്കെ എന്ത് ചെയ്യണം, ഒന്നുകിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം സെയിം നോൺ സീറോ നമ്പർ കൊണ്ട്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇതൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കാം. 10:5. നമ്മൾ നോർമലി ഇതിനെ എങ്ങനെയാ റേഷ്യോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്? 10:5. 10/5. അല്ല, നമുക്ക് റേഷ്യോ നമ്മൾ എന്താ പറയുക, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോമിലായിരിക്കണം എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇത് എങ്ങനെയായിരിക്കും നമ്മൾ നോർമലി എക്സ്പ്രസ് ചെയ്യുന്നത്? 2:1. 2:1 അല്ലെ? സോ ഇത് എന്താണ് റേഷ്യോയുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിമാർക്ക് വെച്ചിട്ടാണ് നമുക്ക് നമ്പർ അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതിന് റേഷ്യോ എന്ന് പറയേണ്ട കാര്യമില്ല. റേഷ്യോ മീൻസ് എന്താണ്? ഏറ്റവും എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോമിലായിരിക്കണം എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ 2:1 എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്? രണ്ട് ടേമിനെയും എന്തുകൊണ്ട് ഈ 10നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 5നെയും ഡിവൈഡ് ചെയ്തു, 5 കൊണ്ട് ഡിവൈഡ്. ദാറ്റ് മീൻസ് അങ്ങനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് രണ്ട് ടേമിനെ ബോത്ത് ടേംസ് ഓഫ് ദ റേഷ്യോ ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ സെയിം നോൺ സീറോ നമ്പർ. ബോത്ത് ദ ടേംസ് ഓഫ് ദ റേഷ്യോ ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ സെയിം നോൺ സീറോ നമ്പർ. സോ 15:10 നോർമലി എങ്ങനെയായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്? 3:2. 3:2. ഇവിടെയും എന്താണ് ചെയ്തിരിക്കുന്നത്? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവന്നു. എന്തിനെ? റേഷ്യോ നോർമലി റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്ന എന്തായിരിക്കും? രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ രണ്ടിൽ കോമൺ ആയിട്ടുള്ളത് ഏറ്റവും വരുന്ന ഏതാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ 4:8. അമൃത പറയാമോ എന്തായിരിക്കും റേഷ്യോ? 4:8 എന്തായിരിക്കും? 1:2. 1:2. ഓക്കെ, സിംപ്ലിഫൈ. ദെൻ 12:3. അതിലൊന്ന് പറയാമോ എന്തായിരിക്കും റേഷ്യോ? 4:1 അല്ലെ? സോ ഏറ്റവും നോക്കിയാൽ ഡിവൈഡ് ചെയ്യാൻ ഏറ്റവും എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് റിമാർക്ക്. Both the terms of the ratio can be multiplied or divided by same non-zero number. സീറോ അല്ലാത്ത ഏത് നമ്പർ കൊണ്ടും രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ നമുക്ക് എന്താണ് റേഷ്യോ എങ്ങനെയാണ് നോർമലി എക്സ്പ്രസ് ചെയ്യുന്നത്? സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം. ഓക്കെ, ക്ലിയർ അല്ലേ? Yes, sir. Okay. Then next one, the order of the terms of a ratio is important. Order of the terms of a ratio is important. The order of the terms in a ratio is important. എന്താണ് അത് പറഞ്ഞേ? റേഷ്യോ ഓഫ് എ ടു ബി നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? റേഷ്യോ ഓഫ് എ ടു ബി, റേഷ്യോ ഓഫ് എ ടു ബി, A is to B. A is to B അല്ലെ? സോ അതേപോലെ റേഷ്യോ ഓഫ് ബി ടു എ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? B is to A അല്ലെ? സോ A is to B മീൻസ് എന്താണ്? A by B. B is to A മീൻസ് എന്താണ്? B by A. സോ നമുക്ക് റേഷ്യോ എപ്പോഴും നമുക്ക് രണ്ട് ടേം എയും ബിയും സെയിം ക്വാണ്ടിറ്റി അല്ലാത്തടത്തോളം കാലം നമുക്ക് എന്ത് പറയാം? A is to B not equal to B is to A. സോ അതുകൊണ്ടാണ് റേഷ്യോ ഓഫ് A to B യും B to A യും രണ്ടും എന്താണ്? ഓർഡർ ഈസ് ഇമ്പോർട്ടന്റ്. റേഷ്യോ ഓഫ് A to B എയും ബി ഉണ്ട്, അത് എങ്ങനെയെങ്കിലും എഴുതാം എന്നല്ല. റേഷ്യോ ഓഫ് A to B മീൻസ് എന്താണ്? A is to B അല്ലെങ്കിൽ A by B. Ratio of B to A means എന്താണ്? B is to A അല്ലെങ്കിൽ B by A. That means the order of the terms of the ratio is, that means A to B ആണോ? A to B, then A by B. B to ratio of B to A means B by A. Order of the terms of the ratio is important. That is A is normally A is to B not equal to B is to A. A യും B യും സെയിം ആണെങ്കിൽ എന്തായിരിക്കും? 1:1 എന്ന് വരും. ആ കേസിൽ സെയിം ആകാം. ബട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോയുടെ ആവശ്യമില്ല, രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ. ബട്ട് A and B different quantities, then A is to B not equal to B is to A. The order of the terms of the ratio is important. Clearly? Yes, sir. Okay. Then next property. Ratio exists between quantities of same kind. Ratio exists between quantities of same kind.
ratio exists between quantities of same kind. And same units. A ratio exists between quantities of same kind and same units. Okay. now ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരാളുടെ വെയിറ്റ് ആൻഡ് വൺ person's weight and another person's height. Okay. നമുക്ക് റേഷ്യോ പോസിബിൾ ആണ്. No. Okay. So weight നമ്മൾ എന്തിലായിരിക്കും പറയുന്നത് കിലോഗ്രാമിലായിരിക്കും, ഹൈറ്റ് സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ്. ഇതെന്താണ് കൈൻഡ്, ഇതാണ് വെയിറ്റ്. കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുമ്പോൾ കൈൻഡ് എന്തായിരിക്കും കിലോഗ്രാം ആയിരിക്കും. ഹൈറ്റ് എന്ന് പറയുമ്പോൾ കൈൻഡ് എന്താണ് സെന്റിമീറ്ററിലായിരിക്കും. നമുക്ക് ഒരു കാരണവശാലും എന്താണ് രണ്ട് ഡിഫറെന്റ് കൈൻഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് നമുക്ക് എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, റേഷ്യോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് there is no ratio exists between weight of one person and height of another person. No ratio between weight of one person and height of another person. Then ഒരു ക്വസ്റ്റ്യൻ ആണ് റേഷ്യോ ബിറ്റ്വീൻ 25 minutes and 45 seconds പോസിബിൾ ആണ്. ഇതെന്താണ് രണ്ടും സെയിം കൈൻഡ് ആണ്. ബട്ട് എന്തല്ല ഇവിടെ സെയിം യൂണിറ്റ് അല്ല. സോ ഇത് റേഷ്യോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ രണ്ടിനെയും മിനിറ്റ്സിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ രണ്ടിനെയും സെക്കൻഡ്സിലേക്ക് കൊണ്ടുവരണം. ഓക്കെ. സോ 25 മിനിറ്റ്സിനെ സെക്കൻഡ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും, 25 into 16 is to 45. 25 into 60 എത്ര വരും, 25 into 60. 1500 is to 45. 1500 is to 45. So ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, ratio exists between quantities of same kind and same units. നമുക്ക് ഇതിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും, 100 is to 3 is the simplest form. ക്ലിയർ അല്ലേ? ആ ഒരു പ്രോപ്പർട്ടി സെയിം കൈൻഡ് ആയിരിക്കണം. സെയിം കൈൻഡ് ആയാൽ മാത്രം പോരാ, റേഷ്യോ അല്ലെ. സോ 25 minutes and 45 seconds. സോ 45 ആണ് വലിയ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സോ ബിക്കോസ് ഡിഫറെന്റ് യൂണിറ്റ്സ് ആണ്. സെയിം യൂണിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്പയർ. ഡെഫിനിഷൻ നോക്കാം, കമ്പാരിസൺ ഓഫ് 2 or more quantities of same kind by division ആണ് എന്ത് റേഷ്യോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. സോ 25 45 നമുക്ക് ഇത് പറയാൻ പറ്റുമോ, ഇത് 45 ആണ് വലിയ ക്വാണ്ടിറ്റി എന്ന് ഈ ഫിഗർ മാത്രം കണ്ടിട്ട്, അല്ലെങ്കിൽ വാല്യൂ നമ്പർ മാത്രം കണ്ടിട്ട് ഇത് 45 ആണെന്നില്ല. 45 seconds ആണ്. ഇതെന്താണ് 25 minutes. ബട്ട് അത് സെയിം യൂണിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താ, 25 minutes ഉള്ള എന്താണ് 1500 seconds and 45 seconds. നമുക്ക് ഇനി നമുക്ക് പറയാം അല്ലെ, കമ്പയർ ചെയ്ത് പറയാം ഏതാണ് ഹയർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏതാണ് വലിയ വാല്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? Yes. Then to compare, next property, to compare two ratios, convert them into equivalent like fractions. To compare two ratios, convert them into equivalent like fractions. To compare two ratios, convert them into equivalent like fractions.
To compare two ratios, convert them into equivalent like fractions. To compare two ratios, convert them into equivalent like fraction. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. Find which ratio is greater. Find which ratio is greater. Find which ratio is greater. So question 2 and 1/3 is to 3 and 1/3, comma 3.6 is to 4.8. So രണ്ട് റേഷ്യോയില് ഏതാണ് വലിയ റേഷ്യോ എന്ന് പറയണം. പറഞ്ഞാൽ എന്താണ് 2 and 1/3 is to 3 and 1/3, 3.6 is to 4.8. ഇതിലെ നമുക്ക് ഒറ്റ നോട്ടത്തില് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഈ രണ്ട് റേഷ്യോ. ഇതൊരു റേഷ്യോ, ഇത് വേറൊരു റേഷ്യോ. ഒറ്റയടിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? സോ അതാണ് പറയുന്നത് ടു കമ്പയർ ടു റേഷ്യോസ്, കൺവേർട്ട് ദം ഇൻടു ഇക്വലന്റ് ലൈക്ക് ഫ്രാക്ഷൻ. സോ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തു ഫസ്റ്റ് റേഷ്യോ എടുത്തു. ഫസ്റ്റ് റേഷ്യോ 2 and 1/3 is to 3 and 1/3. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 and 1/3 മീൻസ് എന്താണത്? എത്ര വരും അത്? 2 and 1/3 7 divided by 3 അല്ലേ? So 2 into 3 plus 1 divided by 3. That means 7/3. Then 3 and 1/3 എന്ത് വരും? 10/3. 10/3 അല്ലേ? സോ നമുക്ക് രണ്ട് ഇത് കിട്ടി. സോ ഫസ്റ്റ് നമ്മൾ ഫ്രാക്ഷനെ അല്ലെങ്കിൽ ഫസ്റ്റ് റേഷ്യോയെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്തെഴുതാം? 7/3 is to 10/3 അല്ലേ? സോ 7/3 റേഷ്യോ മീൻസ് എന്താണ്? ഡിവിഷൻ. 7/3 divided by 10/3. ഡിവിഷൻ ബൈ എ ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 7/3 into 3/10. 7/3 into 3/10. 3 get cancel. 7/10 എന്നായി. നമ്മൾ എന്ത് ഫസ്റ്റ് റേഷ്യോയെ നമ്മൾ എന്ത് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ കൊണ്ടുവന്നു? 7/10. 7 divided by 10. ഓക്കെ. ഇനി സെക്കൻഡ് റേഷ്യോ എന്താണ്? 3:6 is to 4:8. This can be written as രണ്ട് ടേമിനെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 36 divided by 48. ഇനിയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? എത്ര കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം? 36 and 48. 12 അല്ലേ? 3 divided by 4. 3 divided by 4. Then ഇപ്പൊ നമുക്ക് എന്തായി? രണ്ടും ഒരു സിമ്പിൾ ഫ്രാക്ഷൻ ആയിട്ട് മാറി. 7/10 and 3/4. ഇപ്പോഴും നമുക്ക് എന്താണ്? ഒറ്റയടിക്ക് നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? സോ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ എന്തെടുക്കും? LCM എടുക്കും അല്ലെ? ഏതാണ് ഹയർ ക്വാണ്ടിറ്റി എന്ന് അറിയാനായിട്ട് LCM എടുക്കും. 10ന്റെയും 4ന്റെയും LCM എന്ത് വരും? 10 4 LCM 5 into 10 into 2 20 അല്ലെ? LCM 20 വരും. LCM 20. So that means ഇത് എത്രയായിട്ട് മാറും? That means 20 means 10ന് 2 ഉണ്ട്. അതുകൊണ്ട് തന്നെ 7ന് 2 കൊണ്ട് ഒഴിക്കണം. 14 divided by 10 and so ഇതിനെ 20 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 5. ഒരു ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ റേഷ്യോയുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി അനുസരിച്ച് എന്താണ്? ബോത്ത് ദ ടേംസ്. ഇതൊരു 15/10. സോ ഇനി നമുക്ക് പറഞ്ഞൂടെ ഏതാണ് ഹയർ ക്വാണ്ടിറ്റി? 14/10 ആണോ? സോ ഈക്വലന്റ് ലൈക്ക് ഫ്രാക്ഷൻ മീൻസ് എന്താണ്? ഒരു സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ കോൺസിക്വന്റ് സെയിം ആക്കി കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയാം? അല്ല, ഒറ്റടിക്കെങ്കിലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ കോൺസിക്വന്റ് സെയിം ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ നോക്കിയിട്ട് പറയാം ഏതാണ് ഹയർ ക്വാണ്ടിറ്റി എന്ന് ഒറ്റടിക്ക് പറയാം. അതിനാണ് എന്ത് പറയുന്നത്? ടു കമ്പയർ ടു റേഷ്യോസ് it should be converted into equivalent like fractions. To compare two ratios. So ini compare ചെയ്ത് പറഞ്ഞോളൂ ഏതാണ് ഹയർ ക്വാണ്ടിറ്റി? 14/10 ആണോ 15/10 ആണോ? ഏതാണ് ഹയർ ക്വാണ്ടിറ്റി? 3.6. Yeah. So 15/10. That means 3.6 is to 4.8 ആയിരിക്കും എന്ത് ഹയർ ക്വാണ്ടിറ്റി. Which ratio is greater? അല്ലെങ്കിൽ is the greater ratio. Clear അല്ലേ? Equivalent like fraction like മാറ്റിയത്. To compare two ratios, convert them into equivalent like fractions. Clear ആണോ?
Yes, sir. അമൃത ക്ലിയർ ആണല്ലോ അല്ലേ? Yes, sir. അതിലേക്കും ക്ലിയർ ആണല്ലോ അല്ലേ? Then next one, important property. If a quantity increases or decreases, next property is the, if a quantity increases or decreases in the ratio A is to B, if a quantity increases or decreases in the ratio A is to B, then the new quantity is equal to, then the new quantity is equal to, if a quantity increases or decreases in the ratio A is to B, then the new quantity is equal to, then the new quantity is equal to original quantity into original quantity into original quantity into B by A, original quantity into B by A, then the new quantity will be equal to original quantity into B by A, original quantity into B by A. So the fraction B by A is called, the fraction B by A is called factor multiplying a ratio. Fraction B by A is called factor multiplying a ratio. Factor multiplying a ratio. Factor multiplying a ratio. Then the fraction B by A is called factor multiplying a ratio. When a quantity increases or decreases in the, let X be the original quantity. That quantity is increases or decreases in the ratio, increases or decreases in the ratio A is to B, then new quantity, original quantity, that means X into B divided by A, X into B divided by A, B divided by A, this fraction is called factor multiplying a ratio. Then the fraction B divided by A is called factor multiplying a ratio. Factor multiplying a ratio. Factor multiplying a ratio. When a quantity increases or decreases in the ratio A is to B. If 5 is increases in the ratio 5:7, then the new quantity will be, new quantity will be, എന്തായിരിക്കും ന്യൂ ക്വാണ്ടിറ്റി? നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഫാക്ടർ മൾട്ടിപ്ലൈയിങ് റേഷ്യോ അനുസരിച്ചിട്ട് when a quantity X be the quantity, new quantity ഫോർമുല എന്ത് വരും? ഓൾഡ് ക്വാണ്ടിറ്റി 5 into എന്താണ് A is to B ആണ് നമുക്ക് വേണ്ട, എന്താണ് B divided by A, 7 by 5, 5 get cancelled, equal to 7. When a quantity increases or decreases in the ratio A is to B, then the new quantity will be old quantity into B divided by A. That B divided by A is called factor multiplying a ratio.
factor multiplying ratio. Note here, 5 is increases in the ratio 5:7. Then the new quantity will be. ഇവിടെ നമുക്ക് നോർമലി എല്ലാവർക്കും വരുന്ന സംശയമാണ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബി ബൈ എ, അങ്ങനെയാണെങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്കും തിരിച്ചല്ലേ വരേണ്ടത്. സോ ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ബട്ട് നമ്മുടെ പ്രോപ്പർട്ടി നോക്കാം. when a quantity increases or decreases in the ratio. സോ ഇൻക്രീസ് ചെയ്യുവാണെങ്കിലും ഡിക്രീസ് ചെയ്യുവാണെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക A:B റേഷ്യോയിൽ ഇൻക്രീസോ ഡിക്രീസോ നടന്നാൽ ന്യൂ ക്വാണ്ടിറ്റി വിൽ ബി ഓൾഡ് ക്വാണ്ടിറ്റി ഇൻടു B divided by A. സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. if same if 5 is decreases in the ratio 5:3, then the new quantity will be in the new quantity will be equal to old quantity into B divided by A equal to 3. Clear ആണോ? ഇവിടെ ശ്രദ്ധിക്കുക. when a quantity increases in the ratio means നമുക്ക് തരുന്ന റേഷ്യോ എന്തായിരിക്കും? ഇൻക്രീസിംഗ് ട്രെൻഡ് ആയിരിക്കും. that means ഒരു smaller quantity is to larger quantity ആയിരിക്കും. when a quantity decreases in the ratio എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷ്യോയുടെ ട്രെൻഡ് എന്തായിരിക്കും? a higher quantity is to a smaller quantity. So when a quantity increases or decreases in the ratio A is to B, ഇവിടെയാണ് നമുക്ക് ചേഞ്ച് വരുന്നത്. increases in the ratio എന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ് ട്രെൻഡ് ആയിരിക്കും റേഷ്യോ കാണിക്കുന്നത്. lower quantity is to a higher quantity. decreases in the ratio എന്ന് പറഞ്ഞാൽ റേഷ്യോ കാണിക്കുന്ന ഡിക്രീസിംഗ് ട്രെൻഡ് ആയിരിക്കും. a higher quantity is to a lower quantity. ക്ലിയർ ആണോ അത്? Yes, sir. So when a quantity increases or decreases in the ratio A is to B, then the new quantity will be old quantity into B divided by A. And example ഒന്ന് നോട്ട് ചെയ്തേക്കാം. സോ നോർമലി എല്ലായിടത്തും വരുന്നതാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ ബി ബൈ ആണെങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്കും റിവേഴ്സ് അല്ലേ വരേണ്ടത്, വരില്ല. ബിക്കോസ് നമ്മുടെ റേഷ്യോയുടെ ട്രെൻഡ് ആണ് മാറുന്നത്. increases in the ratio means increasing ട്രെൻഡ് കാണിക്കും. decreases in the ratio means decreasing ട്രെൻഡ് കാണിക്കും. ഓക്കെ അല്ലേ? അത് അതിര ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ അല്ലേ അത്? Yes, sir. Then next head, inverse ratio. Inverse ratio. Inverse ratio. A is to be in the ratio and inverse ratio എന്തായിരിക്കും? Inverse ratio. പറയാം. B is to A. B is to A. So that means നമുക്ക് inverse ratio എങ്ങനെ define ചെയ്യാം? That means ratio inverse ratio എങ്ങനെ define ചെയ്യാം? Okay. A is to B എന്ന് പറയുന്നത് എന്താണ്? A by B. B is to A means എന്താണ്? B by A. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? B get cancel, A get cancel equal to 1. Okay. So inverse ratio നമുക്ക് എങ്ങനെ define ചെയ്യാം? One ratio is said to be inverse of another if their product is equal to 1. One ratio is said to be inverse of another if their product is equal to 1. One ratio is said to be inverse of another if their product is equal to 1. One ratio is said to be inverse of another if their product is equal to 1. Okay.
നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. ആ റേഷ്യോ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? റേഷ്യോ നമ്മുടെ ആ റേഷ്യോ മറ്റു തന്നിരിക്കുന്ന റേഷ്യോയുടെ ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ നോക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഫസ്റ്റ് സെനാരിയോയില് എ ഈസ് ടു ബിയുടെ ഇൻവേഴ്സ് നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻവേഴ്സ് ഓഫ് എ ഈസ് ടു ബി നമുക്ക് എന്താണ്? ബി ഈസ് ടു എ ആയിരിക്കണം. ദാറ്റ് ഇംപ്ലൈസ് എ ബൈ ബി ഇൻറ്റു ബി ബൈ എ ഈക്വൽ ടു 1. ദെൻ നമുക്ക് നേരത്തെ പറഞ്ഞത് റേഷ്യോ ഡെഫിനിഷൻ പറയുന്നത് കമ്പാരിസൺ ഓഫ് 2 or more ക്വാണ്ടിറ്റീസ്. സോ നമുക്ക് 2ൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് വന്നാൽ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് എ ഈസ് ടു ബി ഈസ് ടു സി ആണെങ്കിൽ, എ ഈസ് ടു ബി ഈസ് ടു സി, ദെൻ ഇൻവേഴ്സ് ഓഫ് എ ഈസ് ടു ബി ഈസ് ടു സി. നമ്മുടെ റേഷ്യോ എന്താണ്? എ ഈസ് ടു ബി ഈസ് ടു സി. സോ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി സി ഈസ് ടു എ സി ഈസ് ടു എ ബി ആണ്. സോ ദാറ്റ് മീൻസ് നമുക്കുണ്ടോ ആ ഡെഫിനിഷൻ ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രോഡക്റ്റ് ഓഫ് 2 ratios, 1 ratio. സോ ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് മീൻസ് എന്താണ്? റേഷ്യോയുടെ കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എ ഇൻറ്റു ബി സി എന്ത് കിട്ടും? എ ബി സി ഈസ് ടു എ സി ഇൻറ്റു ബി നമുക്ക് എന്താണ് എഴുതാം? ഒന്ന് റീഅറേഞ്ച് ആണെങ്കിൽ എ ബി സി ഈസ് ടു എ ബി ഇൻറ്റു സി എ ബി സി. സോ ദാറ്റ് മീൻസ് നമുക്ക് കോമൺ എന്തെടുക്കാം? എ ബി സി എടുത്തിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1:1:1. സോ എല്ലാ ടൈമിനെയും എ ബി സി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്റ്റ് അല്ലെങ്കിൽ 1:1:1 മീൻസ് പ്രോഡക്റ്റ് ഈക്വൽ ടു 1. സോ 2 ടേംസ് ഉള്ള റേഷ്യോ ആണെങ്കിൽ എ ഈസ് ടു ബി ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, നേരെ തിരിച്ചിട്ടാൽ മതി ഇൻവേഴ്സ്. എ ഈസ് ടു ബി ഈസ് ടു സി ആണെങ്കിൽ നമുക്ക് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് കറസ്പോണ്ടിങ് ടേം ഷുഡ് ബി ഈക്വൽ ടു 1. സോ എന്ത് വരണം? എ ഈസ് ടു ബി ഈസ് ടു സിയുടെ ഇൻവേഴ്സ് റേഷ്യോ എന്താണ്? ബി സി ഈസ് ടു AC is to AB. BC is to AC is to AB because A into BC നമുക്ക് ABC, B into AC ABC, C into AB ABC. ABC is to ABC is to ABC എന്ന് പറഞ്ഞാൽ എന്താണ്? Equal to 1:1:1 that equal to 1. Clear അല്ലേ? ക്ലിയർ ആണോ? അതേപോലെ ആണെങ്കിൽ എനിക്ക് ഇതൊന്ന് പറയാമോ? നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്ത് വരും? എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് റേഷ്യോ എന്ത് വരും? പറയാം എന്തായിരിക്കും ഇൻവേഴ്സ് റേഷ്യോ എന്നുള്ള. നമുക്ക് നേരത്തെ പോലെ 2 ratios അതിന്റെ പ്രോഡക്റ്റ് 1 വരണം. എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി. സോ ഇവിടെ നമുക്കറിയാം എ ബി സി ഡി എന്ന് വന്നാലും സോ ഇവിടെ നമുക്ക് എന്താണ്? ഫസ്റ്റ് ബി സി ഡി. സോ എ ഇൻറ്റു ബി സി ഡി എ ബി സി ഡി. ദെൻ ബി കഴിച്ചാൽ എ സി ഡി ഈസ് ടു സി കഴിഞ്ഞാൽ എ ബി ഡി ഈസ് ടു എ ബി സി. സോ ഇവിടെ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി മൾട്ടിപ്ലൈ എന്ത് വരും? എ ഇൻറ്റു ബി സി ഡി എന്ത് വരും? എ ബി സി ഡി ഈസ് ടു എ ബി സി ഡി ഈസ് ടു എ ബി സി ഡി ഈസ് ടു എ ബി സി ഡി. സോ എ ബി സി ഡി നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 1:1:1 ദാറ്റ് മീൻസ് 1. സോ പ്രോഡക്റ്റ് എന്ത് കിട്ടി? 1 കിട്ടും. ക്ലിയർ? സോ ഇൻവേഴ്സ് റേഷ്യോ ഓഫ് എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി ഈസ് BCD is to ACD is to ABD is to ABC. Clear line inverse ratio? Yes, sir. Okay. Clear line? So ഓഡിയോ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇടുക കേട്ടോ. അതിരാ ക്ലിയർ ആണല്ലോ അല്ലേ?
അല്ലേ? അടുത്തതിലോട്ട് പോകാം. കോമ്പൗണ്ടഡ് റേഷ്യോ. Okay, sir. Compounded ratio. Next we get compounded ratio. The ratio compounded of A is to B and C is to D. Okay. So രണ്ട് റേഷ്യോ തന്നിട്ട് അതിന്റെ കോമ്പൗണ്ടഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മുടെ നോർമലി റേഷ്യോയിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ കോമ്പൗണ്ടഡ് റേഷ്യോയിൽ നിന്നാണ്. So a ratio compounded of A is to B and C is to D. So ratio compounded of A is to B and C is to D is AC is to BD. AC is to BD. Okay. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? എന്താണ് എയും സിയും? എന്താണ് എയും സി? നമ്മൾ റേഷ്യോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റേഷ്യോയുടെ എയും ബി നോർമലി ടേംസ് ആണ്. അതിനകത്ത് എ എം സി നമുക്ക് എന്താണ്? രണ്ട് റേഷ്യോയുടെ ആന്റിസിഡന്റ് എന്ന് പറയാം അല്ലെ? ആന്റിസിഡന്റ്. B and D are consequence. So product of antecedents is to product of consequence നെയാണ് പറയുന്നത് compounded ratio. So നമുക്ക് രണ്ട് റേഷ്യോ അല്ല, മൂന്ന് റേഷ്യോ തന്നിരിക്കുന്നു. compounded ratio of A is to B, C is to D, E is to F. അങ്ങനെയാണെങ്കിൽ compounded ratio എന്ത് വരും? Compounded ratio of A is to B, C is to D, E is to F. എന്ത് വരും? A, C, E is to B, D, F. A, C, E is to A, C, E. Product of antecedents is to B, D, F. Product of consequence. A, C, E is to B, D, F. The compounded ratio of A is to B, C is to D, E is to F. So, അങ്ങനെയാണെങ്കിൽ a ratio compounded ratio of A is to B, C is to D, E is to F, G is to H. എന്ത് വരും? A is to B, C is to D, E is to F, G is to H. C, E, G is to B, F, H. Right. So A, C, E, G is to B, D, F, H. Implies A, C, E, F is to B, D, F, A, C, E, B, D, F, H. G. A, C, E, G. Okay. A into C into E into G. Product of antecedents is to B, D, F, G. B, D, F, H. B, D, F, H. A, C, E, G is to B, D, F, H. Clear അല്ലേ? കോമ്പൗണ്ടഡ് റേഷ്യോ. സോ നമുക്ക് എത്ര റേഷ്യോ തന്നാലും കോമ്പൗണ്ടഡ് റേഷ്യോ മീൻസ് തന്നിരിക്കുന്ന റേഷ്യോയുടെ എല്ലാം പ്രോഡക്റ്റ് ഓഫ് ആന്റിസിഡൻസ് ഈസ് ടു പ്രോഡക്റ്റ് ഓഫ് കോൺസിക്വൻസ്. Compounded ratio of given ratios is the ratio of product of antecedents, product of consequence. Clear, Lara? Yes, sir. Then next head, duplicate ratio. Duplicate ratio. Duplicate ratio. Duplicate ratio. Duplicate ratio. So നമുക്ക് A is to B എന്നൊരു റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് A is to B എന്ന് പറയുന്നത് എന്താണ്? A square is to B square ആണ്. Duplicate of A is to B is A square is to B square. So ഒന്ന് നോക്കാം. A ratio compounded to itself
is called a duplicate ratio. Okay. ഒരു ratio compounded to itself. Okay. So that means എന്താണ്? നമ്മൾ A is to B എടുക്കണം. Compounded ratio of A is to B, comma A is to B. നമുക്കറിയാം product of antecedents. A into A എന്ത് വരും? A square is to B into B, B square. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? Duplicate ratio. Duplicate ratio means a ratio compounded to itself. A ratio compounded to itself is called a duplicate ratio. A duplicate ratio. A ratio compounded to itself is called a duplicate ratio. A ratio compounded to itself is called a duplicate ratio. If A is to B is the given ratio, then its duplicate ratio will be A square is to B square. 2 is to 5 ആണ് given ratio. അതിന്റെ duplicate ratio എന്തായിരിക്കും? Duplicate ratio of 2 is to 5. എന്തായിരിക്കും? Duplicate of 2 is to 5. So 2 square 4 is to 5 square 25. 4 is to 25. Duplicate ratio of 2 is to 5 can be written as 4 is to 25. 4 is to 25. Then next step, note here no duplicate ratio. A ratio compounded to itself is called a duplicate ratio. If A is to B is the given ratio, then its duplicate ratio will be A square is to B square. Then next one, subduplicate ratio. Subduplicate ratio. So നമുക്ക് തന്നിരിക്കുന്ന ratio A is to B ആണെങ്കിൽ then its subduplicate ratio will be equal to root A is to root B. So A is to B is the given ratio, then its subduplicate ratio will be root A is to root B. Then next one, triplicate ratio. Triplicate ratio. A is to B ആണ് തന്നിരിക്കുന്ന ratio എങ്കിൽ അതിന്റെ triplicate ratio എന്തായിരിക്കും? Triplicate ratio പറയാമോ? A is to B is the given ratio, then its triplicate ratio. A cube is to B cube ആണ്. Triplicate ratio will be A cube is to B cube. Okay. So define ചെയ്യാൻ നോക്കുക. Triplicate ratio. The compounded ratio of a ratio with its duplicate ratio is called its triplicate ratio. Okay. So that is compounded ratio. Compounded ratio of A is to B and its duplicate ratio already area A square is to B square. So compounded ratio means product of antecedents. A cube is to product of consequence. So A cube is to B cube ആയിരിക്കും എന്ത് വരുന്നത്? Triplicate ratio of a ratio A is to B. So A is to B ആണ് ഒരു ratio എങ്കിൽ and the triplicate ratio will be A cube is to B cube. So subtriplicate എന്തായിരിക്കും എന്ന് പറയാം? Subtriplicate A is the given ratio, then its subtriplicate will be cube root of A is to cube root of B. So note here, subtriplicate ratio, triplicate ratio, subtriplicate ratio. Then next one. Note here, commensurable. If the terms of the ratio are integer, then ratio is called commensurable. The terms of the ratios are integer, then ratio is called commensurable. Example 3 is to 2 gram. Then incommensurable. If the terms of the ratios are not integers, then the ratio is called incommensurable. Example root 3 is to root 2. Root 3 is to root 2. Root 3 is to root 2. Example root 3 is to root 2. Then next ahead, greater inequality.
greater inequality. Greater inequality. So A is to B in the ratio ഉണ്ടെങ്കിൽ എപ്പോഴാണ് greater inequality ആകുന്നത്? A is to B means A by B. Greater എന്നാണ് antecedent is greater than coincident. Means A greater than B ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Greater inequality. Then lesser inequality. Lesser inequality. A ratio A is to B said to be lesser inequality when antecedent less than consequent ആണെങ്കിൽ. So greater inequality means 1നേക്കാളും കൂടുതലായിരിക്കണം. Antecedent consequentനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് 1നേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ greater inequality എന്ന് പറയാം. Antecedent less than consequent ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? Lesser inequality. A ratio A is to be said to be lesser inequality when A less than B. A greater than B ആണെങ്കിൽ greater inequality. A less than B ആണെങ്കിൽ lesser inequality. Clear അല്ലേ ഇത്? Yes, sir. Then next one, continued ratio. നമ്മള് തുടക്കത്തിൽ definition പറഞ്ഞിട്ടുണ്ടായിരുന്നു. Comparison of two or more quantities. നമ്മൾ basically ratio നമ്മൾ example എല്ലാം എടുക്കുന്ന two quantities ആണ്. Then continuous ratio അല്ലെങ്കിൽ continued ratio means it is the relation or comparison between magnitudes of three or more quantities of same kind. Okay. So if ABC are three quantities, then continuous ratio can be written as A is to B is to C. ഞാൻ എന്ത് പറയുന്നത്? Continuous ratio. Continuous ratio. Then next one. നമുക്ക് throughout business mathematics throughout യൂസ് ചെയ്യുന്ന basic formulas അറിഞ്ഞിരിക്കുന്ന formulas ആണ്. നോട്ട് ചെയ്യാം. First one, A plus B the whole square. A plus B the whole square. A plus B the whole square can be written as A square plus 2AB plus B square. A square plus 2AB plus B square. A plus B the whole square is equal to A square plus 2AB plus B square. Then next second one, complete formula ഒന്ന് നോട്ട് ചെയ്യണം. A minus B the whole square. Formula എന്താണ്? A minus B the whole square is equal to A square minus 2AB plus B square. 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 Then third one, A square minus B square is equal to A plus B into A minus B. A square minus B square can be written as A plus B into A minus B. Then next one, A plus B the whole square plus A minus B the whole square can be written as 2 into A square plus B square. A plus B the whole square plus A minus B the whole square can be written as 2 into A square plus B square. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് എന്താണ്? A plus B the whole square plus A minus B the whole square. A plus B the whole square എന്താണ്? A square plus 2AB plus B square. അതേപോലെ plus A minus B the whole square എന്ത് വരും? A square minus 2AB plus B square. Plus 2AB minus 2AB get cancelled. Then മിച്ചം എന്ത് വരുന്നുണ്ട്? A square plus A square എന്ത് വരും? 2A square. B square plus B square 2B square. So 2 common എടുത്താൽ എന്ത് വരും? 2 into A square plus B square. അങ്ങനെയാണ് ഈ ഒരു ഫോർമുല ഡിറൈവ് ചെയ്തിരിക്കുന്നത്. 2A square A plus B the whole square plus A minus B the whole square is equal to 2 into A square plus B square. Next one, A plus B plus C the whole square. A plus B plus C the whole square. A plus B plus C the whole square can be written as A square plus B square plus C square plus 2AB plus 2BC plus 2AC. A plus B plus C the whole square is equal to A square plus B square plus C square plus 2AB plus 2BC plus 2AC. Then, so next
Formula very important. നമ്മുടെ throughout യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണിത്. a plus b the whole cube. a plus b the whole cube. നമ്മൾ കുറച്ച് ക്ലാസ്സിൽ പഠിച്ചാണ്. a cube plus 3a squared b plus 3ab squared plus b cube. Okay. But നമുക്ക് ഇവിടെ ഫൗണ്ടേഷൻ ലെവലിൽ യൂസ്ഫുൾ ആകുന്ന ഫോർമുല ഇതാണ്. a cube plus b cube plus 3ab into a plus b. നോട്ട് ചെയ്യാം. a plus b the whole cube is equal to a cube plus 3a squared b plus 3ab squared plus b cube. Or it can be written as a cube plus b cube plus 3ab into a plus b. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ a cube b cube അടുത്ത് എഴുതി a cube plus b cube. then മിച്ചം എന്തൊക്കെയുണ്ട് 3a squared b plus 3ab squared. ഈ രണ്ട് ടൈമിൽ നമുക്ക് എന്താണ് 3ab കോമൺ എടുക്കാം. a cube plus b cube plus 3ab കോമൺ എടുത്താൽ പിന്നെ മിച്ചം വരും a plus b. അങ്ങനെയാണ് ഈ ഫോർമുല ഡിറൈവ് ചെയ്തിരിക്കുന്നത്. a plus b the whole cube can be written as a cube plus b cube plus 3ab into a plus b. a cube plus b cube plus 3ab into a plus b. So ഈ ഒരു പർട്ടിക്കുലർ ഫോർമുലയാണ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പിന്നീട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ ഈ ഫോർമുല അല്ല, ഫസ്റ്റ് ഫോർമുല അല്ല, സെക്കൻഡ് ഫോർമുല. a cube plus b cube plus 3ab into a plus b. Clear leather? Yes, sir. Then next one, very important formula. Okay. A minus b the whole cube. A minus b the whole cube. So a minus b the whole cube. Starts the formula. A cube minus 3a squared b plus 3ab squared plus minus b cube. Or it can be written as a cube minus b cube minus 3ab into a minus b. So then a cube minus b cube then minus 3a squared b plus 3ab squared. a cube minus b cube minus 3ab common എടുത്താൽ so ഒരു minus 3ab into a എടുക്കുമ്പോഴത്തേക്ക് minus 3ab square then ഇത് minus ഇത് plus ആണെങ്കിൽ എന്താണ് ഒരു minus b. So ഇത് വരും a cube minus b cube minus 3ab into a minus b. So minus 3ab കോമൺ എടുത്താൽ എന്ത് വരും അകത്ത് a minus b വരും. അങ്ങനെയാണ് ഫോർമുല ഡെറിവ് ചെയ്തിരിക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എക്സാമിനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. a cube minus a minus b the whole cube is equal to a cube minus b cube minus 3ab into a minus b. Clearly? Yes, sir. Yes, sir. Then next one. A plus b the whole cube. Very important. Very important. A plus b the whole cube. A plus b the whole cube. A plus b the whole cube. Okay. So നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ a plus b the whole cube കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. a cube plus b cube plus 3ab into a plus b. Okay. So ഇതിൽ നിന്ന് a cube plus b cube എങ്ങനെ കണ്ടുപിടിക്കാം? a cube plus b cube is equal to a plus b the whole cube. ഈ 3ab ഈ ടേം കംപ്ലീറ്റ് എൽഎച്ച്എസിലേക്ക് പോകുമ്പോൾ മൈനസ് 3ab into a plus b. സോ അതാണ് നമ്മുടെ സെക്കൻഡ് ഫോർമുല. സോ നമ്മൾ നേരത്തെ a plus b the whole cube ഫോർമുലയിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തു. a cube plus b cube can be written as a cube plus b cube can be written as a plus b the whole cube minus 3ab into a plus b. Then വേറെ ഒരു ഫോർമുല ഇതാണ് നമുക്ക് യൂസ്ഫുൾ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. a cube plus b cube can be written as a plus b into a square minus ab plus b square. a square minus ab plus b square. a square. So ഈ ഫോർമുല ഒന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഇതാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഇത് രണ്ടും യൂസ്ഫുൾ ആവും. അതിനകത്തും പല പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇത് ഈ ഒരു ഫോർമാറ്റ് നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് എന്ത് എഴുതാൻ പറ്റണം? a cube plus b cube ആണെന്നല്ല. സോ ചിലർക്കെങ്കിലും ഡൗട്ട് വന്നാൽ ഇത് a cube plus b cube എങ്ങനെ കിട്ടും? സോ ഇതിന്റെ മീനിങ് എന്താണ്? a കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ a into a square a cube minus a into minus ab minus a square b a into plus b square plus ab square then b into a square plus b a square then b into minus ab
minus ab square then b into plus b square എന്ത് കിട്ടും b cube ഓക്കെ അറിയാം നമുക്ക് minus a square b യും plus a square b യും get cancel ab square minus ab square get cancel so മിച്ചം എന്ത് വരുന്നുണ്ട് a cube plus b cube a cube plus b cube can be written as a plus b into a square minus ab plus b square. A plus b into a square minus ab plus b square. Okay. Clear leather? Then next level and formula very important. A cube minus b cube. So now we have a minus b the whole cube. A cube minus b cube minus 3ab into a minus b. So a cube minus b cube can be written as a minus b the whole cube. Then the LHS minus plus 3ab into a minus b. That's good. A minus b the whole cube will derive that. So this formula is very important. A cube minus b cube. A cube plus b cube a plus b into a square minus ab plus b square. A cube minus b cube can be written as a minus b into a square plus ab plus b square. 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 Okay. നമുക്ക് ഇത് നേരത്തെ പോലെ മൾട്ടിപ്ലൈ നമുക്ക് നിങ്ങൾക്ക് ഡൗട്ട് വരാം ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് തന്നെയാണോ കിട്ടുന്നത് നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം എ കൊണ്ട് എ സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ക്യൂബ് പ്ലസ് എ സ്ക്വയർ ബി പ്ലസ് എ ബി സ്ക്വയർ മൈനസ് ബി എ സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ മൈനസ് ബി ക്യൂബ് നമുക്ക് നോക്കിയാൽ അറിയാം പ്ലസ് എ സ്ക്വയർ ബി ബി എ സ്ക്വയർ എ ബി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. A cube minus b cube can be written as a minus b into a square plus ab plus b square. A minus b into a square plus ab plus b square. A minus b into a square plus ab plus b square. Okay, clear leather. So formulas are നമുക്ക് നമ്മുടെ ഒരു എക്സാമിന് നമ്മുടെ ഒരു ടൈമാണ് നമ്മുടെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ കൺസ്ട്രെയിന്റ് ആയിട്ട് വരുന്നത്. സോ ഇത് നമുക്ക് എവിടെയെങ്കിലും ഇത് കണ്ടാൽ ഉടനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും എ ക്യൂബ് മൈനസ് ബി ക്യൂബ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ആൻസർ ആയിരിക്കും. സോ ആ സമയത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഇതാണെങ്കിൽ കോമൺ ടൈം പ്ലസ് മൈനസ് ക്യാൻസൽ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനുള്ള ടൈം നമുക്കില്ല. എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് കണ്ടാൽ ഉടനെ നമുക്ക് എന്ത് മനസ്സിലാക്കണം അത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ്. സോ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ആ സെക്കൻഡിൽ സാധിച്ചാൽ എന്താണ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? Okay, sir. Yes. Then next one. A square plus b square. A square plus b square can be written as a plus b the whole square minus 2ab. ഇതൊക്കെ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ്ഫുൾ ആവുന്ന ഫോർമുലയാണ്. സോ നമുക്കറിയാം a plus b the whole square എടുത്താൽ a square plus 2ab plus b square minus 2ab. So now plus 2ab minus 2ab get cancel. Answer on the a square plus b square. ഒരു ഫോർമുല കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ്ഫുൾ ആവുന്നതാണ്. a minus b the whole square is equal to a plus b the whole square minus 4ab. A minus b the whole square is equal to a plus b the whole square minus 4ab. A minus b the whole square is equal to a plus b the whole square minus 4ab. നമുക്ക് വേറെ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതിനകത്ത് നല്ല എ മൈനസ് ബി നമുക്ക് നോക്കിയാൽ അറിയാം
a minus b the whole square formula എന്തായിരുന്നു? a minus b the whole square. a square minus 2ab plus b square അല്ലേ? നമുക്ക് a minus b the whole square is equal to എന്താന്ന് പറഞ്ഞിരിക്കുന്നു? a plus b the whole square minus 4ab. So a plus b the whole square എന്ത് വരും? a square plus 2ab plus b square minus 4ab. Okay, plus 2ab minus 4ab നമുക്ക് എന്ത് വരും? മിച്ചം minus 2ab അല്ലേ? So answer എന്ത് വരും? a square minus 2ab plus b square എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? a minus b the whole square. Okay, so a minus b the whole square can be written as a plus b the whole square minus 4ab. a plus b the whole square minus 4ab. Clear later? Yes, sir. Then next one. If a plus b plus c equal to 0, then a cube plus b cube plus c cube equal to 3abc. If a plus b plus c equal to 0, then a cube plus b cube plus c cube equal to 3abc. a plus b plus c equal to 0, then a cube in b cube plus c cube എന്ന് പറഞ്ഞാൽ 3abc ആയി. So ഒരു ഫോർമുല ആണത്. a plus b plus c equal to 0, that implies a plus b plus c equal to 0, that implies a cube plus b cube plus c cube equal to 3abc. 3abc. Then വേറൊരു ഫോർമുല കൂടെ ഉണ്ട്. a cube plus b cube plus c cube equal to 3abc ആണെങ്കിൽ either a plus b plus c equal to 0 or a equal to b equal to c. Both result cannot hold true simultaneously. So ഒരുമിച്ച് രണ്ട് റിസൾട്ടും അതാണ് either ഒന്നുകിൽ a cube plus b cube plus c cube equal to 3abc ആണെങ്കിൽ ഒന്നുകിൽ a plus b plus c equal to 0 ആകാം or a equal to b equal to c ആകാം. a plus b plus c equal to 0 or either or. Both the result cannot hold true simultaneously. Both the results cannot hold true simultaneously. Both the results cannot hold true simultaneously. Clearly, basic formulas. So ഇത്രയും നമുക്ക് ത്രൂ ഔട്ട് എൻറ്റയർ ബിസിനസ് മാത്തമാറ്റിക്സിൽ നമുക്ക് യൂസ് ചെയ്യുന്നത് ഇത്രയും ഫോർമുലാസേ ഉള്ളൂ. ഇത്രയും ബേസിക് ഫോർമുലാസേ ഉള്ളൂ. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചു എന്ന് പറയുന്ന ഫോർമുലാസ് ഇത് തന്നെ. ഇതിനല്ലാണ്ട് വേറൊരു ഫോർമുല നമ്മൾ വേറെ ഒരു ചാപ്റ്റർ നമ്മൾ 8 ചാപ്റ്ററിൽ ഏതിലെടുത്താലും നമ്മൾ വേറൊരു അഡീഷണൽ ഫോർമുല ഇല്ല. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഗ്രിപ്പുണ്ടാകണം ഈ ഫോർമുലയിൽ. ഈ ഫോർമുല എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഉടനെ ഇന്ന ഫോർമുല അപ്ലൈ ചെയ്യാം എന്ന് നേരെ അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞാൽ ആൻസർ ആയിരിക്കും. അതർവൈസ് നമ്മൾ ഒത്തിരി ടൈം കളയും. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അങ്ങനെ പല രീതിയിൽ ടൈം കളയും. നമുക്ക് വേണ്ടത് ആ ഒരു 120 മിനിറ്റ്സിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ എയിം. സോ മാത്സ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ടൈമാണ് നമ്മുടെ ഫാക്ടർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബേസിക് ഫോർമുലാസ് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾ എല്ലാവരും കാൽക്കുലേറ്റർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? കാൽക്കുലേറ്റർ ഉണ്ടോ? Yes, sir. ഏത് കാൽക്കുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്? സയന്റിഫിക് ആണോ? അല്ല. ഏതാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഏത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നു? സാധാ കാൽക്കുലേറ്റർ. ഏതാണ്? കാസിയുടെ ആണ്? ഏത് കാൽക്കുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്?
സർ സയന്റിഫിക് ഞാൻ യൂസ് ചെയ്യുന്നത്. സയന്റിഫിക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഒരു ഗുണമില്ല. സോ ബെറ്റർ നമ്മളൊരു നോർമൽ കാസിയോടെ കാൽക്കുലേറ്റർ പർച്ചേസ് ചെയ്യണം. നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ഒരു ഫൈനൽ ലെവൽ വരെ ഇനി ഒരിടത്തും നമുക്ക് ഇൻഫാക്ട് നമുക്ക് എക്സാമിന് സയന്റിഫിക് യൂസ് ചെയ്യാനേ പറ്റില്ല. ഒരു മെമ്മറി ഡിവൈസ് സയന്റിഫിക്കിലായാലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ കുറെ ഫോർമുലാസ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൽക്കുലേറ്റർ ആണ് സയന്റിഫിക് കാൽക്കുലേറ്റർ. സോ അതുപോലെ നമുക്ക് നമ്മുടെ പർപ്പസിന് ഒരിക്കലും ഇപ്പൊ നമുക്ക് നേരത്തെ ഇപ്പം സയൻസ് ആയിരിക്കും എടുത്തുകൊണ്ട് ഫിസിക്സിലോ ഒന്ന് യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിന് ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. നമുക്ക് എന്താണ് അഡീഷനും സബ്ട്രാക്ഷനും ദെൻ അതിനകത്ത് കുറച്ച് കാൽക്കുലേറ്റർ ഷോർട്ട് കട്ട്സും ആണ് നമുക്ക് യൂസ്ഫുൾ ആകുന്ന ത്രൂ ഔട്ട്. അതായത് ഫൗണ്ടേഷൻ ലെവലാണെങ്കിലും ഇന്റർമീഡിയറ്റ് ലെവലാണെങ്കിലും ഫൈനൽ ലെവലാണെങ്കിലും ഒക്കെ നമുക്ക് കാൽക്കുലേറ്ററിലെ സ്പീഡാണ് വേണ്ടത്. ഒരു കാരണവശാലും സയന്റിഫിക് കാൽക്കുലേറ്റർ അല്ല. നിങ്ങൾ ഒരു കാസിയോടെ ഇപ്പൊ നമ്മള് എന്തായാലും കാൽക്കുലേറ്റർ പർച്ചേസ് ചെയ്യണം, മസ്റ്റ് ആണ് അത് ഇനി പുതിയതായിട്ട് കാൽക്കുലേറ്റർ വാങ്ങിക്കുന്നുണ്ട് എങ്കിൽ മോഡൽ നമ്പർ കാസിയോടെ DJ120D ഈ കാൽക്കുലേറ്റർ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ കാൽക്കുലേറ്റർ ആണ്, DJ120D. സോ D120D പ്ലസ് അല്ല, DJ120D തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും GST ഉള്ള കാൽക്കുലേറ്റർ ഉണ്ടെന്നൊക്കെ പറയും, അതൊന്നും വാങ്ങിക്കരുത്. നമുക്ക് അതൊന്നും ബെനിഫിറ്റ് കിട്ടുന്ന കാൽക്കുലേറ്റർ അല്ല. സോ പുതിയതായിട്ട് എന്തായാലും നെക്സ്റ്റ് ഒരു കാൽക്കുലേറ്റർ സയന്റിഫിക് കാൽക്കുലേറ്റർ പറ്റില്ല, നമുക്കൊരു നോർമൽ കാൽക്കുലേറ്റർ തന്നെ ഉണ്ടായിരിക്കണം, സയന്റിഫിക് അല്ലാത്തത്. അതിന് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന കാൽക്കുലേറ്റർ DJ120D ആണ്. മോഡൽ നമ്പർ കാസിയോയുടെ DJ120D. കാസിയോ DJ120D ആണ് ഏറ്റവും ബെറ്റർ. അതിൽ ഏത് കാൽക്കുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്? സയന്റിഫിക് ആണോ? കേൾക്കുന്നില്ല. സയന്റിഫിക് യൂസ് ചെയ്യരുത്. നിങ്ങൾ സയന്റിഫിക് യൂസ് ചെയ്യുന്നവർ കാസിയോയുടെ ഈ ഒരു കാൽക്കുലേറ്റർ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. നമുക്ക് ഒത്തിരി ഗുണം എക്സാമിന് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാൽക്കുലേറ്ററിൽ ഓരോ കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അതിനകത്ത് എല്ലാവർക്കും ഈ ഒരു കാൽക്കുലേറ്റർ ആണെങ്കിൽ സോ ഏറ്റവും യൂസ്ഫുൾ ആകുന്ന കാൽക്കുലേറ്റർ ആണ് DJ120D. സോ ഇത്രയും ഒന്ന് നോക്കി വരിക. നമുക്ക് പ്രോബ്ലംസ് നാളത്തെ സെക്ഷനിൽ കവർ ചെയ്യാം. ബിക്കോസ് ഇവിടെ എന്തോ ഒരു പണി നടക്കുന്നു, ഭയങ്കര സൗണ്ട്. അതുകൊണ്ട് നമുക്ക് നാളെ വരുമ്പോഴത്തേക്കും കാൽക്കുലേറ്റർ എത്രയും പെടുന്നത് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിലെ ചില കാര്യങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റർ മസ്റ്റ് ആണ്. പിന്നെ നമുക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് ആ പർട്ടിക്കുലർ കാൽക്കുലേറ്ററിൽ നമ്മുടെ സ്പീഡ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ കാൽക്കുലേറ്റർ നോക്കിയാൽ സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് യൂസ് ചെയ്താൽ നഷ്ടമാണ്. നമുക്ക് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്റർ ഇല്ലാതെ നമ്മൾ എക്സാമിന് പോയാൽ നമ്മൾ പകുതി തോറ്റു. ഇവൻ അക്കൗണ്ടിങ്ങിനോ എന്തിനോ ആണെങ്കിലും കാൽക്കുലേറ്റർ ഇല്ലാതെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് കാൽക്കുലേറ്റേഴ്സ് വാങ്ങിക്കുക, സയന്റിഫിക് അല്ല. പുതിയതായിട്ട് വാങ്ങിക്കുന്നവർ കാസിയോയുടെ DJ120D തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഓക്കെ. സോ റിമൈനിങ് പോർഷൻ നമുക്ക് പ്രോബ്ലംസ് നാളെ വരുമ്പോഴത്തേക്കും റേഷ്യോയുടെ തിയറി പ്ലസ് ഈ ബേസിക് ഫോർമുലാസ് നന്നായിട്ട് വൃത്തിയായിട്ട് നോക്കി പഠിച്ചിട്ട് വരിക. സോ റിമൈനിങ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ റിമൈനിങ് നമുക്ക് നാളത്തെ സെഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.